ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഓർഗനൈസിങ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു മഞ്ചിൻ്റെ ബോക്സ് കേട്ടോ. ഈ ബോക്സ് നമ്മൾ എടുത്തിട്ട് ബാക്കൊന്ന് ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇവിടുത്തെ ഒരു ഭാഗം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ചിരിച്ച് കട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുൾ കവർ ചെയ്യണം കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. നമുക്ക് പുതിയൊരു ഗം വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഫെവി ബോണ്ട് എന്നാണ് ഈ ഒരു ഗം. നല്ല ഒട്ടണ പക്ഷേ ഒരു ഗമ്മുണ്ടായിരുന്നല്ലോ, ഏതൊരു ഗമ്മുണ്ട്. അപ്പോൾ ആ ഗമ്മിൻ്റെ പേര് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു നമ്മളെ ഗ്ലൂ ഗണ്ണിൻ്റെ ഡ്യൂപ്ലി എന്നൊക്കെ പറയാം കേട്ടോ. എന്താണ്, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് എനിക്ക് വാങ്ങാൻ കിട്ടാത്തത്. അപ്പോൾ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ഒരു ഇത് എടുത്ത് തന്നു. പിന്നെ ഇത് വാങ്ങിട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ കേട്ടോ, നമ്മളെ കയ്യിൽ ഇത്ര ഉള്ളൂ, ഒരു വിരലിൻ്റെ അത്ര ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വരുന്നത് 20 റുപ്പീസ് കേട്ടോ, 20 രൂപയാണ്. ഇനി നമുക്കിത് ഫുൾ കവർ ചെയ്യണം കേട്ടോ. ഇതിന് ഞാൻ ഈ ഗമ്മ് യൂസ് ചെയ്യണില്ല, കാരണം ഇതിങ്ങനത്തെ കാർഡ്ബോർഡ് ഇങ്ങനത്തെ കട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഒട്ടിക്കാൻ യൂസ് ചെയ്യാം. പേപ്പേഴ്സൊക്കെ ഞാൻ ഒട്ടിക്കാൻ യൂസ് ചെയ്യണത് സാധാ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇത് ഫുൾ കവർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ. സോ ഗൈസ്, ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടിട്ടു. അടിഭാഗം ഞാൻ ഒഴിച്ചിട്ടു, പിന്നെ അതേമാതിരി ഉൾഭാഗം ഒഴിച്ചിട്ടു. നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ നല്ലൊരു ഇവിടെ ഇങ്ങനെ ആ കാണുന്ന സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഒറ്റ പേപ്പർ കൊണ്ട് ഇത് കഴിഞ്ഞു കേട്ടോ. പേപ്പറിൻ്റെ ഒരു പകുതിയല്ല, ഒരു മുക്കാലുണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിത് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. അതിനായിട്ട് ഞാൻ പുതിയ ഗമ്മാട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഈ ഗമ്മിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ഗമ്മിനെ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. സീരിയസ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആകെ തുറച്ചു പോയി, ഒലിച്ചു കേസ്, ഫുള്ളായിട്ട് ഒലിച്ചു. ഈ അടിഭാഗത്തും കൂടി ആക്കി കൊടുക്കാം. സമയത്ത് അപ്ലൈ ചെയ്യാൻ നല്ല സിമ്പിളാട്ടോ. പക്ഷേ ഇതിങ്ങനെ എന്താ അറിയില്ല, അവിടെ ഇങ്ങനെ ചമ്പിന്ന്. അപ്പോൾ അതായിരിക്കും ഫ്ലൈറ്റ് പോയി തുറന്നപ്പോൾ തന്നെ. ഈ ഭാഗം കൂടി ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഉണങ്ങിയാൽ നമ്മൾ ഫാൻ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാണ്ടനെ വരച്ചെടുത്തിരുന്നു. നമുക്കിതിവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അത് വരച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓവർ സൈസ്. ഇത് ഒട്ടിച്ചിട്ട് ഇവിടെ വലിയ കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ച സൈഡിൽ ഒട്ടിക്കാമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ വീണിയിലായിരുന്നു, ആ ഗമ്മിനകത്ത് കൊണ്ട് എടുത്തിട്ടാണ് ഗീസ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ, കാരണം നല്ല രീതിക്ക് ഒട്ടിയിട്ടു. എനിക്ക് തീരെ പറ്റാഞ്ഞത് ആ നോക്കെ പോയതാട്ടോ. ഓക്കെ ഗീസ്, നമ്മൾ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഫുള്ളായിട്ട് ലുക്ക് ഇതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ സൈഡിലാക്കി ഇങ്ങനെ വെക്കണം എന്നാണ് എൻ്റെ പ്ലാന്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാണ്ട എങ്ങനെയുണ്ട് ഗീസ്? പാണ്ടയാണോ എന്താ, എനിക്ക് ശരിക്കും റെഡി ആയില്ല തോന്നുന്നു.
പിന്നെ ഈ നല്ല ഗമ്മിട്ടു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല ഒട്ടുന്നുണ്ട് കുറച്ച് നേരം കൊണ്ട്. അപ്പം എന്താണ് നല്ല ബ്ലൂ കളറൊക്കെ അയക്കാണ്ട് ഞാൻ ഫുള്ളായിട്ട് ഈ ഉള്ളിൽ കൂടി ഇത് ചെയ്യണമെങ്കിൽ നല്ല ഇതാട്ടോ. അപ്പോൾ ഗെയ്സ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേമാതിരി ഉണ്ടാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോക്സ് മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഗം എങ്ങനെയുണ്ട് ഗെയ്സ്, ഞാൻ പറഞ്ഞ ഗമ്മിൻ്റെ മറ്റേ പേര് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫെബിബോണ്ട് നാട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഗെയ്സ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതേമാതിരിയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊക്കെ ആയിട്ടൊക്കെ തന്നെ വരാം. ബൈ.